നമസ്കാരം. മധ്യപ്രദേശിൽ മോഹൻ യാദവ് സർക്കാരിനെതിരെയുള്ള ഭൂമി ഇടപാട് ആരോപണത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വൻ രാഷ്ട്രീയ പ്രതിസന്ധിയും ഭിന്നതയും രൂക്ഷമാകുന്നു. ഉജ്ജയിനിയിലെ 500 കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വീർ ഭാരത് ന്യാസ് എന്ന ട്രസ്റ്റിന് വെറും 1 രൂപയ്ക്ക് കൈമാറിയെന്ന പാർട്ടി അധ്യക്ഷൻ ജിതു പട്ടോരിയുടെ ആരോപണത്തിൽ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് തന്നെ പരസ്യമായി തള്ളിയതോടെയാണ് തർക്കം തെരുവിലേക്ക് നീണ്ടത്. ജൂൺ 24 ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയ ജിതു പട്ടോരി മുഖ്യമന്ത്രിയുടെ സാംസ്കാരിക ഉപദേശകൻ ശ്രീരാം ത്രിവാരി ട്രസ്റ്റിയായ സ്വകാര്യ ട്രസ്റ്റിനാണ് ഭൂമി നൽകിയതെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം ഉജ്ജയിനിയിൽ വാർത്താസമ്മേളനം നടത്തിയ ദിഗ്വിജയ് സിംഗ് തന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം ഇത് സ്വകാര്യ ട്രസ്റ്റല്ലെന്നും മുഖ്യമന്ത്രി തന്നെ എക്സ് ഒഫീഷ്യോ ചെയർമാനായ സർക്കാർ ട്രസ്റ്റാണെന്നും വ്യക്തമാക്കി പട്ടോരിയുടെ വാദങ്ങളുടെ മുനയൊടിച്ചു. കൃത്യമായ ഗവേഷണമില്ലാതെ താൻ സംസാരിക്കാറില്ലെന്നും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് പണമുണ്ടാക്കുന്ന ദല്ലാളന്മാർക്ക് ഇവിടെ കുറവില്ലെന്നും സിംഗ് കൂട്ടിച്ചേർത്തത് കോൺഗ്രസിനുള്ളിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. ദല്ലാൽ എന്ന പ്രയോഗം ജിതു പട്ടോരിയെ ഉദ്ദേശിച്ചില്ലെന്ന് സിംഗ് പിന്നീട് വിശദീകരിച്ചെങ്കിലും BJP ഇത് കോൺഗ്രസിലെ ആഭ്യന്തര ഭിന്നതയായി ഉയർത്തിക്കാട്ടി രംഗത്ത് വന്നു. ഭോപ്പാലിൽ ചേർന്ന കോൺഗ്രസ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ സിംഗിന്റെ പരസ്യ നിലപാടിനെതിരെ ആരിഫ് മസ്ജിദ്, സജ്ജൻ സിംഗ് വർമ്മ, പ്രവീൺ പഥക് തുടങ്ങിയ നേതാക്കൾ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഇതിനിടെ മുൻ MP സത്യവ്രത ചതുർവേദിയുടെ മകളും സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ നിധി സത്യവ്രത് ചതുർവേദി ദിഗ്വിജയ് സിംഗിന്റെ നാദപാശത്തിൽ നിന്ന് കോൺഗ്രസിന് എന്നാണ് മോചനം ലഭിക്കുക എന്ന് ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായി കുറിക്കപ്പെട്ടു. മകൻ ജയവർദ്ധൻ സിംഗിനെ പാർട്ടി അധ്യക്ഷനാക്കാനുള്ള അമിത മോഹമാണ് ദിഗ്വിജയ് സിംഗിനെ നയിക്കുന്നതെന്നും അവർ ആരോപിച്ചു. കോൺഗ്രസ് വസ്തുതകളില്ലാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഈ സംഭവത്തോടെ തെളിഞ്ഞതായി BJP മന്ത്രി വിശ്വാസ് സാരംഗ് പരിഹസിച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ യുവത്വത്തിന്റെ ആവേശമുതിർന്നവരുടെ അനുഭവ സമ്പത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിയും കേന്ദ്ര നേതൃത്വവും അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ കേന്ദ്രമന്ത്രി അരുൺ യാദവ് ആവശ്യപ്പെട്ടു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗർ ദിഗ്വിജയ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് സിംഗും പട്ടോരിയും സംയുക്തമായി മാധ്യമങ്ങളെ കണ്ട് പാർട്ടി ഒറ്റക്കെട്ടാണെന്നും മോഹൻ യാദവ് സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും പ്രഖ്യാപിച്ച് തടിയൂരുകയായിരുന്നു.